ഇന്ന് ലോകം യേശുവിന്റെ ക്രൂശിനെ സ്മരിക്കുമ്പോൾ നമ്മൾ ആ ക്രൂശിൽ മരിച്ച യേശുവിനെ സ്മരിക്കുക മാത്രമല്ല, നമുക്ക് അവൻ ഒരു പുതിയ ജീവൻ തന്നിട്ടുണ്ട്. അവൻ നമുക്കൊരു ഹോപ്പ് തന്നിട്ടുണ്ട്. ആ യേശുവിനെ ഇന്ന് സ്തുതിക്കുവാനും ആ യേശുവിനെ മാത്രപ്പെടുത്തുവാനും ആ യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. സർവശക്തനായ ദൈവമേ, അടിയനെ നീ സഭയിൽ കൊണ്ടുവന്നു. കർത്താവ്, എന്റെ നാവിൽ കൂടെ നിന്റെ കൃപ ഇരിക്കുമാറാണ്. വാക്കുകളും ലാംഗ്വേജും നീയോട് തന്നെയോട് പെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ കൂടെ ഞാനല്ലപ്പ, നിന്റെ ആത്മാവിനാൽ തന്നെ നീയോട് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തിക്കാം. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം അതിന്റെ 2-ഉം 3-ഉം വാക്യം നമുക്ക് വായിക്കാം. ആരെങ്കിലും എന്നെ മലയാളത്തിലൊന്ന് വായിച്ച് സഹായിക്കണം. നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാൽ അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. There is an appointed time. നമുക്ക് വേണ്ടി ദൈവം നിയമിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിശ്ചയിച്ച ഒരു സമയമുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, ഒരു കന്യ എന്താകും, ഗർഭം ധരിക്കും. ഹല്ലേലൂയ, രക്ഷകൻ ഈ ലോകത്തിൽ ജന്മം കൊടുക്കും. ഹല്ലേലൂയ, അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് വെക്കണം. അതിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ പ്രവചനം നടന്നു. ആമേൻ. ഹല്ലേലൂയ. ആ പ്രവചനം നടന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ വാഗ്ദത്തത്തെ ഹല്ലേലൂയ നിറവേറുമെന്ന് എത്ര പേർ ഇന്ന് മേൽക്കാലം വിശ്വസിക്കുന്നു? ഒരുപക്ഷേ ചില വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് 1 മാസം ഉണ്ടായിരിക്കാം, ചിലത് 10 വർഷം ഉണ്ടായിരിക്കാം, ചിലത് 20 വർഷം ഉണ്ടായിരിക്കാം. ഒരുപക്ഷേ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലും നടക്കുന്നത് നമ്മുടെ കാലശേഷമായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചു. God has an appointed a time for you and me. എനിക്കും നിനക്കും എന്റെ തലമുറകൾക്കും വേണ്ടി ദൈവം ചില സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനത്തിൽ 3 അധ്യായം മാത്രമേ ഉള്ളൂ. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആലിംഗനം ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, റെസൽ, എംബ്രേസ് ആൻഡ് റെസൽ. ഹല്ലേലൂയ. അവന്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ. ഞാൻ വചനത്തെ കുറിച്ച് ഒത്തിരി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജാതി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനം, ഹല്ലേലൂയ, അന്നത്തെ ആ രാജ്യമായിരുന്ന ചാലഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ബാബിലോൺ സാമ്രാജ്യത്തിന് അടിമയായിട്ട് അവർ ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 1-ാം അധ്യായത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഹബക്കൂക്ക് പ്രവചനം, അതിനകത്ത് ആ പ്രവാചകന്റെ ഉള്ളിലെ ഭാരമാണ് അവൻ പറയുന്നത്. ദൈവത്തോട് ചോദിക്കുകയാണ്, അയ്യം വിളിക്കുകയാണ്, വൈ. ഹല്ലേലൂയ. എന്താണ് കർത്താവേ, എന്താണ് ദൈവമേ ഇങ്ങനെ? നമ്മുടെ ജീവിതത്തിന് ഒരു ചാപ്റ്ററില്ലേ നമ്മൾ ദൈവത്തോട് ചോദിച്ചത്? എന്തുകൊണ്ട് കർത്താവേ ഞങ്ങൾ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു? എന്തുകൊണ്ട് കർത്താവേ ഇതുവരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ടില്ല? എന്തുകൊണ്ട് കർത്താവേ ഇതുവരെ ഞങ്ങൾക്ക് നീതിയും ന്യായവും ലഭിച്ചിട്ടില്ല? പല ചോദ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ലയോ? ആമേൻ. നമ്മുടെ ജീവിതം അധ്യായം 1 കൊണ്ട് അവസാനിക്കുന്നതല്ല. മേൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, മറ്റുള്ളവരുടെ അനുഗ്രഹം പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ എന്നാണ് എന്റെ ജീവിതത്തിൽ നീ ചെയ്ത പ്രവചനം പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നതെന്ന്. ദൈവം ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ അവന്റെ ജീവിതത്തിലെ ഭാരങ്ങൾ അവൻ ചോദിക്കുന്ന എനിക്ക് ഒത്തിരി, കർത്താവേ നീതികേട് കാണുമാറാക്കുന്നത് എന്തിന്? പീഡനം, കവർച്ച, കലഹം, ശണ്ഠ. ഹല്ലേലൂയ. ന്യായപ്രമാണം എന്തിരിക്കുന്നു? അയഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണം എപ്പോഴാണ് അയഞ്ഞത്? നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ മാറുമ്പോൾ നമ്മുടെ വ്യവസ്ഥ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോയാലും ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥയെ നമ്മൾ മറക്കരുത് കേട്ടോ. അവൻ പ്രവചിച്ചിട്ടുണ്ടോ, അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ടോ, അവൻ ഹല്ലേലൂയ പൂർത്തീകരണത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ
ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുതലാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടുതലാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിളി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര ശത്രു പദ്ധതി ഇട്ടാലും, എത്ര തകർക്കുവാൻ നോക്കിയാലും, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പേർക്കാലം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാനിവിടെ ചുമ്മാ നിന്ന് പ്രസംഗിക്കുന്നതല്ല. ഹല്ലേലൂയ. ദൈവം എന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ഓരോ കൃപകളെ ഞാൻ ഇന്ന് പേർക്കാലം ഓർക്കുകയായിരുന്നു. 1997 എനിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. PG സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ച കോമയിൽ പോയി. ഹല്ലേലൂയ. ബ്രെയിൻ എഫക്റ്റ് ആയി, തലയോട്ടി പൊട്ടി, ലോകം വിധി എഴുതി. ജെസ്സി ഇനി സംസാരിക്കത്തില്ല, ജെസ്സിക്ക് ഇനി ഓർമ്മ വരത്തില്ല. ഹല്ലേലൂയ. ജെസ്സി ഇനി നോർമൽ ആകത്തില്ല. ഡൽഹിയിലെ പല ഹോസ്പിറ്റലും എന്നെ റിജക്ട് ചെയ്തു. ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കൾ ബൊക്കാറോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, 3 ആഴ്ചക്കുള്ളിൽ എന്നെ ഡിസ്ചാർജ് ചെയ്തു. എനിക്ക് സംസാരശേഷിയും ഞാൻ കണ്ണെല്ലാം തുറന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ്, ഞാൻ പിന്തിരിഞ്ഞു പോകത്തില്ല. എന്റെ മാതാപിതാക്കൾ പറഞ്ഞു, നീ ഇനി പഠിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ കൂടെ ഡൽഹിക്ക് ബീഹാറിന് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല. ആമേൻ. സാത്താൻ തകർത്ത് കളയാൻ നോക്കും കേട്ടോ. ആമേൻ. സാത്താൻ തകർത്ത് കളയാൻ നോക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഹല്ലേലൂയ ചില വാഗ്ദത്തങ്ങൾ വെച്ചിട്ടുണ്ടോ, നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ, അതവൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് മാത്രമല്ല കേട്ടോ, നമ്മുടെ തലമുറകളെ കുറിച്ചും ചില പദ്ധതികൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് ഇത് ഡിലേ ആകുന്നു, എന്തുകൊണ്ട് ഇത് ലേറ്റ് ആകുന്നു. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. ആമേൻ. താമസം തള്ളിക്കളയുകയല്ല കേട്ടോ. താമസം ഒരുപക്ഷെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി അല്ല. മോളിമാമ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പേര് ജൂലിയൻ, ഹല്ലേലൂയ, ജോഷുവയും ജോയലും പാസ്റ്ററും പേര് മാത്രമേ അറിയത്തുള്ളൂ. ആമേൻ. പല നാളുകളും കരഞ്ഞില്ലേ കെസിയയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. കെസിയോട് എനിക്ക് മെസ്സേജ് വിടുവായിരുന്നു എപ്പോഴും. ഞാൻ എന്തിനാ പറയും, മോളെ ദൈവത്തിന് ഒരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം വലിയ ചെയ്യും കേട്ടോ. ഇന്ന് തലമുറകളെ കുറിച്ച് ഭാരപ്പെടുത്ത മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദേവദാസന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലായിരിക്കാം, ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലായിരിക്കാം. തലമുറകളെ തന്നത് ദൈവമാണോ? ദൈവം നടത്തും കേട്ടോ. ജീവിതത്തിൽ അനുഭവിക്കൊണ്ട് പറയുകയാണ്, അനുഭവിക്കുന്നുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ 25 വർഷമായി ഫരീദാബാദിന്റെ പ്രദേശത്ത് സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ സഭയില് ഞങ്ങളോട് ആദ്യം ചെന്നപ്പോൾ 4 പേരേ ഉള്ളായിരുന്നു. പലരും ഞങ്ങളോട് പറഞ്ഞു, എന്തിനാ പാസ്റ്റർ അജി കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് നല്ല മിനിസ്ട്രി ഉണ്ടായിരുന്നു, എന്തിനാണ് ഈ ഫരീദാബാദിന്റെ പ്രദേശത്തേക്ക് വന്നത്? അന്നേരം പറഞ്ഞു, ദൈവം എനിക്കൊരു ദർശനം തന്നു. 15ാമത്തെ വയസ്സിൽ സർദാർജികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നു. ആമേൻ. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട് ദൈവദാസന്മാരെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾക്ക് ഇത്രത്തോളം പ്രായമായല്ലോ. ഹല്ലേലൂയ. ദൈവം അത് സമയത്ത് നിറവേറ്റുന്ന ദൈവം തന്നെയാണ്. അങ്ങനെയാണ് ഫരീദാബാദിന്റെ പ്രദേശത്ത് കടന്നു വന്നത്. ഫരീദാബാദിന്റെ പ്രദേശം എന്ന് പറയുന്ന 1965 വരെ ഹരിയാനയും പഞ്ചാബും ഒന്നായിരുന്നു. 1965 ഹരിയാനയും പഞ്ചാബും ഡിവൈഡഡ്. ഇന്ത്യയിലെ രണ്ട് സ്റ്റേറ്റുകളും ഒരു ക്യാപിറ്റൽ പങ്കിടുന്നത്, അതാണ് ഹരിയാനയും പഞ്ചാബും. ഫരീദാബാദിൽ ഒത്തിരി സർദാർലീസ് ഉണ്ട്. ഈ സൺഡേയിൽ 3 സ്ഥാനമുണ്ട്. പഞ്ചാബീസ്, അറോണ ഫാമിലീസ്. ആമേൻ. ദൈവത്തെ സ്തുതിക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട് കേട്ടോ. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് 15ാം വയസ്സിൽ തന്നതായിരിക്കാം, 10ാം വയസ്സിൽ തന്നതായിരിക്കാം, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ 50ാം വയസ്സിലായിരിക്കാം. ദൈവം ആ ദർശനത്തിലേക്ക് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കേട്ടോ. ആദ്യത്തെ ഞങ്ങൾ അവിടെ ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ വന്നത് 72 പേരാണ്. ആമേൻ. ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പലരും വന്ന് പാസ്റ്റർ അജിയെ പുച്ഛിച്ചു, എന്തിനാ പാസ്റ്റർ ഇതൊക്കെ വെക്കാൻ പോകുന്നത്? ഒന്നും ഇവിടെ നടക്കത്തില്ല. ഫരീദാബാദ് വരേണ്ട പ്രദേശമാണ്. ഒന്നും ഒരു ഫലവും കാണത്തില്ല. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ച സമയമുണ്ട് അവിടുന്ന് വിട്ടിട്ട് വേറെ എവിടെയും പോകണമെന്ന്. പ്രിയമുള്ളവരെ, അന്നേരം ദേവദാസൻ പറഞ്ഞു, ജെസ്സി എനിക്ക് ഇവിടത്തേനാണ് ദർശനം തന്നത്, ഇവിടത്തെ നമുക്ക് നിൽക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ ഫലങ്ങളെ കാണുവാൻ കഴിയും.
അമേ അങ്ങനെ പിടിച്ചു നിന്നു കേട്ടോ. രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം അടിക്കടിയായി വന്നു. 2004 വേറെ വലിയ ആക്സിഡന്റ് ഉണ്ടായി. ഹാലലൂയ. ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ലോറി വന്ന് ഇടിച്ചു. ഞാനും എന്റെ മൂത്തവനും ലോറിയുടെ അടിയിലെ മുന്നിലേക്ക് പോയി. ദൈവം അവിടെയും രക്ഷിച്ചു. ആമേൻ. വാഗ്ദത്തവും വിളിയുമുള്ളവർക്കാണ് പ്രശ്നങ്ങൾ കൂടുതലുള്ളത്. ഹാലലൂയ. അന്നും പറഞ്ഞ് ഭയന്നിരുന്നില്ല. ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. ഹാലലൂയ. ഞാൻ ഈ കൺവെൻഷന്റെ കാര്യം എന്തിനാ പറഞ്ഞെന്നറിയാമോ? മോളിമാമയ്ക്ക് അറിയാം. മോളിമാമ വരുന്നിടം വരെ ഞങ്ങൾ വലിയൊരു ഹാളിലാണ് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഹാളില്. ആമേൻ. അതിനകത്ത് മാക്സിമം 2000 പേരെ കയർത്തു. പക്ഷേ അവസാനം ഞങ്ങൾ അവിടെ നടത്തിയപ്പോ 3000-ലധികം പേര് കയറി. തലേദിവസം രാത്രി അമ്മമ്മയോടൊക്കെ ചോദിച്ചാൽ അറിയാം, ജിജിയോടും രാജനോടും പിള്ളേരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇവരൊക്കെ കുഞ്ഞു പിള്ളേരെ കൊണ്ട് വന്ന് ഹോളിൽ ഇരുന്നായിരുന്നു ഉള്ളി പൊടിക്കുന്നതും ക്യാരറ്റ് അറിയുന്നതും എല്ലാം. കാരണം തലേദിവസത്തേന് പിറ്റേ ദിവസത്തേന് ഫുഡ് കൊടുക്കണം. ആമേൻ. 72 3000-ലേക്കായി. അവസാനം ആ ഹോള് പോരാതായി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ഗ്രൗണ്ടിലാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തില് ഞങ്ങൾ 7:30 ഗ്രൗണ്ടിന്റെ ഗേറ്റ് അടച്ചു. 5000-ൽ പരം ആൾക്കാർ കയറി വന്നു. ഹല്ലേലൂയ. ഒരു നേരമാണ് ഞങ്ങൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ 3 ദിവസം രാത്രി കൺവെൻഷൻ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. 3-ാം ദിവസം 5000-ൽ ചില ആൾക്കാർ കടന്നു വന്നപ്പോൾ അവസാനം ഞങ്ങൾ ഗേറ്റ് അടയ്ക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആ ഗ്രൗണ്ടിന്റെ കപ്പാസിറ്റിയെക്കാളും കൂടുതൽ ജനങ്ങൾ കടന്നു വന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഉത്തരവാദി. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങൾ നടത്തുന്നു. പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. UP, ബീഹാർ, ജാർഖണ്ഡ്, ഹല്ലേലൂയ, എല്ലാ രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സഭകൾ വളരുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം 5 പേര് സ്നാനപ്പെട്ടു. ഈ ഞായറാഴ്ച 3 പേര് സ്നാനപ്പെട്ടു. മലയാളികളല്ല, സൗത്ത് ഇന്ത്യൻസ് അല്ല, ഹരിയാനക്കാരായ ജനങ്ങൾ ദൈവത്തെ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനായി ഹല്ലേലൂയ സ്വീകരിക്കുന്നു. ആമേൻ. നമ്മുടെ മിടുക്കല്ല കേട്ടോ. ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ നിന്നുകൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക, പ്രവർത്തിച്ചു കൊള്ളുക. ഫലങ്ങൾ നമ്മൾ തന്നെ കാണും. ഹല്ലേലൂയ. ഇവിടെ 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറില്ലേ, അയ്യം വിളിക്കാറില്ലേ? നമ്മൾ ചിന്തിക്കും നമ്മുടെ ചാപ്റ്റർ 1 കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന്. ഇന്ന് വേൽക്കാലം ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ ചാപ്റ്റർ എഴുതുന്നുണ്ട്. അവർ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒരു പുതിയ ചാപ്റ്റർ എഴുതുന്നുണ്ട്. ഹല്ലേലൂയ. ചാപ്റ്റർ 1 maybe the chapter of failure. ചാപ്റ്റർ 1 നമ്മുടെ ജീവിതത്തിലെ തോൽവിയുടെ ആയിരിക്കാം. ആമേൻ. ആ തോൽവിയെ കണ്ടുകൊണ്ട് കേട്ടോ നമ്മുടെ ഫ്യൂച്ചറിനെ ഒരിക്കലും നമ്മൾ കാണരുത് കേട്ടോ. ഈ കാര്യം ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവം 2 ആൺതലമുറകളെയാണ് തന്നത്. ഹല്ലേലൂയ. 2 പേർക്കും ദൈവം നല്ല താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ആമേൻ. പക്ഷേ ഞങ്ങളുടെ മൂത്ത പൈതൽ പഠിക്കത്തേ ഇല്ല. എന്നും 1 മാസം പോലുമില്ല സ്കൂളിലെ പേരന്റ്സ് മീറ്റിംഗിൽ പ്രിൻസിപ്പലിന്റെ റൂമിൽ കയറാതെ ഞങ്ങൾ 2 നടക്കുന്ന ദിവസങ്ങൾ. ക്രിസ്ത്യൻ സ്കൂൾ, ഹല്ലേലൂയ, കോൺവെന്റ് സ്കൂൾ, പാസ്റ്റർ അമ്മ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത്, ഇവനൊരു പാസ്റ്റർ മോനല്ലേ, ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പഠിക്കാതെ വരുന്നു? ഞങ്ങൾ ഒത്തിരി കരഞ്ഞു കേട്ടോ, ഒത്തിരി കരഞ്ഞു. അമ്മേ, ഒത്തിരി കരയുന്ന മാതാപിതാക്കളെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ തോൽവിയെ നോക്കിക്കൊണ്ട് നമ്മുടെ വരും കാലങ്ങളിലെ ഹല്ലേലൂയ ദിനങ്ങളെ നമ്മൾ അളക്കരുത് കേട്ടോ. അമ്മേ, ഈ ലോകം ചെയ്യുന്നത് അങ്ങനാണ്, പക്ഷെ ദൈവം ചെയ്യുന്നത് അങ്ങനല്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നത് അങ്ങനല്ല. നിങ്ങളുടെ തലമുറകൾ മേൽ വാഗ്ദത്തമുണ്ടോ? അവർ എത്ര വിഡ്ഢികളായിക്കോട്ടെ, എത്ര അവർ ഫെയിലിയർ ആയിക്കോട്ടെ, പക്ഷെ ദൈവം അവർക്ക് വേണ്ടി നിശ്ചയിച്ചത് നമ്മൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ തലമുറകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചോ, സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയവ ചെയ്യാൻ തന്നെ ചെയ്യും. ആമേൻ. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ പിള്ളേര് ഫസ്റ്റ് ആകാൻ വേണ്ടിയാ അല്ലേ? ഞാൻ എപ്പോഴും ഞങ്ങളുടെ സഭയിലും സഹോദരിമാരുടെ ഇടയിലും ഒക്കെ പറയാറുണ്ട്, never ever teach them to become first, teach them to become the best. ബെസ്റ്റായി വളരണം. ഫസ്റ്റ് ആയിട്ടൊന്നും കാര്യമില്ല, അവരുടെ ജീവിതത്തിൽ ബെസ്റ്റ് ക്വാളിറ്റീസ് ഒന്നുമില്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. 2, ഞാനൊരു കാര്യം പഠിച്ചത് അറിയോ? മറ്റുള്ളവരുടെ തലമുറയെ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികളെ കണ്ട് നമ്മുടെ തലമുറകളെ നമ്മൾ അളക്കരുത് കേട്ടോ. ഓരോ തലമുറകൾക്കും ദൈവം അതാതിൻ്റെതായ
അഭിഷേകമാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ അഭിഷേകമല്ലായിരുന്നു ശൗൽമേൽ വീണത്. ഹല്ലേലൂയ. ശൗലിന്റെ അഭിഷേകമല്ലായിരുന്നു ശൗൽമേലിന്റെ വീണത്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം വ്യത്യസ്തമായ അഭിഷേകത്തെയാണ് കൊടുത്തിരിക്കുന്നതുള്ള കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ. ആമേൻ. അവന്റെ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം, പ്രീ ബോർഡ് ഉണ്ടല്ലോ, ഒരു പ്രീ ബോർഡ് എന്ന് പറയുന്ന ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സ്കൂളിൽ വിളിച്ചു. മാത്സിന് 5 മാർക്ക്, സയൻസിനെ കണ്ട 7ഓ 8ഓ, കെമിസ്ട്രിക്കും ഫിസിക്സും പറയുകയും വേണ്ട, ബാക്കിയോട്ട് പറയുകയും വേണ്ട. അമ്മേ, പ്രിൻസിപ്പൽ ഞങ്ങളോട് ചോദിച്ചു, കാത്തലിക് സിസ്റ്ററാണ് കേട്ടോ, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഇവൻ 10ാം ക്ലാസ് എങ്ങനെ ജയിക്കും? ഞങ്ങളുടെ സ്കൂള് ഈ ഫരീദാബാദിന്റെ പ്രദേശത്തെ ആദ്യത്തെ ക്രിസ്ത്യൻ സ്കൂളാണ്. ഇതുവരെയും 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടി തോറ്റ ഹിസ്റ്ററി ഇല്ല. തോറ്റ ഹിസ്റ്ററി ഇല്ല. ഇവൻ എങ്ങനെ ജയിക്കും? എന്നിട്ട് ആ സിസ്റ്റർ ഇങ്ങനെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഡു യു തിങ്ക് ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു കം ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ സൺ? നീ വിചാരിക്കുന്നുണ്ടോ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിന്റെ കുട്ടിയെ പരീക്ഷ എഴുതുവാൻ സഹായിക്കുമെന്ന്? ഞാൻ ഒരു മറുപടിയും അവരോട് പറഞ്ഞില്ല. പക്ഷെ എന്റെ ഉള്ളിൽ പറഞ്ഞു, എന്റെ ദൈവം സഹായിക്കും. ആമേൻ. ലോകം നമ്മുടെ തലമുറകളെ കുറിച്ച് നെഗറ്റീവ് വാക്ക് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയണം, നീ തന്ന തലമുറയാണ്. ഹല്ലേലൂയ. മക്കളെ യഹോവ തരുന്ന ദാനം, ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകം വിധിക്കാനല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. There is a time for everything. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഇറങ്ങിയപ്പോൾ 15 മിനിറ്റ് എടുത്തു ആ കമ്പ്യൂട്ടറിലൊന്നും അവൻ്റെ അവൻ്റെ റോൾ നമ്പർ ഇടാൻ വേണ്ടി. കാരണം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ദേവദാസനൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും വിശ്വാസം നമ്മുടെയും ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാറുണ്ട്. തുറന്നപ്പോൾ 61% അവൻ പറഞ്ഞ കഥകൾ മതി കേട്ടോ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള തലമുറകൾക്ക് അതൊക്കെ മതി. ദൈവം അവനെ ഹല്ലേലൂയ അവരെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ. നമ്മുടെ അന്ന് ഞാൻ അവന്റെ 10ാം ക്ലാസ്സിലെ എക്സാമിന് ഞാൻ വീട്ടിലില്ല. ഞാൻ പഞ്ചാബില് ഒരു ഇതിനു വേണ്ടി പോയിരിക്കുകയായിരുന്നു, ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി. ഞാനവിടെ ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്ന് ഇവന്റെ സയൻസിന്റെ എക്സാം ആണ്, മാർച്ച് 18ാം തീയതി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അവിടെ ഇല്ല, ദേവദാസനും പൈതങ്ങളും മാത്രമേ ഉള്ളൂ. ദൈവം എന്നെ വേണ്ടി പ്രകാരം പറഞ്ഞു, ജെസ്സി അവന്റെ കഴിഞ്ഞ കാലത്തെ തോൽവികളെ ഞാൻ വരും കാലങ്ങളത്തെ ജയമാക്കി മാറ്റി മറിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? അവനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. ആമേൻ. 1ാം അധ്യായത്തിൽ ഹബക്കൂക്കിന്റെ ഭാരം, ഹബക്കൂക്ക് ദൈവത്തോട് ചോദ്യമാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തോട് കേട്ടിട്ട് മനുഷ്യർക്ക് അത് അള്ളിക്കൊടുക്കുകയാണ്. ഇവൻ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ്. അല്ലേ? ദേവദാസന്മാരെ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ദൈവമക്കൾക്ക് വിളമ്പി കൊടുക്കേണ്ട പല സന്ദേശങ്ങളുമുണ്ട്. പക്ഷെ നമ്മൾ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇല്ലേ? ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ആ ഭാരങ്ങളെ നമ്മുടെ തൂണിൽ നിന്ന് എടുത്തു മാറ്റുന്ന ദിനങ്ങളുണ്ട് കേട്ടോ. പലരും ഇന്ന് വേൽക്കാലം ഇവിടെ ഭാരമായിട്ട് ഇരിക്കുകയാണ്. ഭാരം നമ്മുടെ തോളിലുള്ളിടത്തോളം കാലം നമ്മൾ ഓടാം, നമുക്ക് നടക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ലേ? ഒരു ചുമടെടുത്തോണ്ട് ഒരു തോളി വെച്ചിട്ടൊന്ന് നടന്നു നോക്കിയാൽ നടക്കാം നമുക്ക്. ഹല്ലേലൂയ. നമുക്ക് ഓടാം. പക്ഷെ നമ്മുടെ തല പൊക്കാൻ പറ്റത്തില്ല. അല്ലേ? തല പൊക്കാൻ ഇങ്ങനെ പറ്റത്തില്ല. നമ്മുടെ ഭാരങ്ങൾ വെച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അല്ലെ? നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാരമായിക്കോട്ടെ ആ ദൈവസന്നിധിയിലേക്ക് നോക്കിക്കോ. നമ്മുടെ തോളിൽ നിന്ന് നമ്മുടെ ഭാരങ്ങളെ ഏറ്റുമാറ്റുവാൻ ഇന്ന് സന്നദ്ധനായ ദൈവമാണ്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 10ാം അധ്യായം അതിന്റെ 27ാം വാക്യം എന്താണ് പറയുന്നത്? മലയാളത്തിൽ എനിക്ക് വായിച്ചു തരണം. ഹല്ലേലൂയ. Thank you Jesus. Praise you Master. Hallelujah. Isaiah chapter 10 verse 27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. Amen. പുഷ്ടി നിമിത്തം. The word which is used പുഷ്ടി എന്ന വാക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്ന anointing എന്നാണ്, അഭിഷേകം. ഹല്ലേലൂയ. അതിന്റെ യഥാർത്ഥ ഹിബ്രു ട്രാൻസ്ലേഷൻ അഭിഷേകമാണ്. പ്രിയമുള്ളവരെ,
ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം അധ്യായത്തിലെ ഭാരം, ഹല്ലേലൂയ, ആ ചോദ്യങ്ങൾക്ക് 2-ാം അധ്യായത്തിൽ അവന് ദൈവം ഒരു ഉത്തരം കൊടുത്തു കേട്ടോ. നിന്റെ ദർശനം നീ എഴുതി വെച്ചു, നിന്റെ ദർശനം നീ എഴുതി വെച്ചോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരി എഴുതുന്ന ഒരാളാണ്, ഒത്തിരി എഴുതുക, എന്ത് കിട്ടിയാലും ഞാൻ എഴുതി വെക്കുന്നത്. എന്നോട് ആരൊക്കെ വാക്തത്വം പറഞ്ഞിട്ടുണ്ടോ, ഇന്നലെ പറഞ്ഞത് ഞാൻ എഴുതി വെച്ച വ്യക്തിയാണ്. പ്രാർത്ഥിച്ചാൽ മതി. ദർശനം എഴുതി ദൈവം തന്നിട്ടുണ്ടോ, നമ്മൾ മറന്നുപോലും പോകും അല്ലേ? അവരും ഇവരും പറഞ്ഞ പല പ്രവചനങ്ങളും ഉണ്ടല്ലേ, നമ്മൾ മറന്നു പോകത്തില്ലേ? പക്ഷെ ദൈവം മറക്കത്തില്ല കേട്ടോ. അവൻ മനുഷ്യനല്ല, അവൻ മറന്നു പോകാൻ. ഹല്ലേലൂയ. എന്നോടും നിന്നോടും ചെയ്ത വാഗ്ദത്തം മറക്കുക അവൻ മനുഷ്യനല്ല കേട്ടോ. എഴുതി വെച്ചോ. ദൈവം ആലോചനകൾ തന്നിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, കൈവച്ചോ, പ്രാർത്ഥിച്ചോ. വചനത്തിനും വാക്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. പ്രവർത്തികൾ നമ്മുടെ കണ്ണിന് മുൻപിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലെ ഭാരം ദൈവം 2-ാം അധ്യായത്തിൽ അവൻ ഉത്തരം കൊടുക്കുകയാണ്. ദർശനം എഴുതിക്കൂ. എപ്പോൾ when he went to the watchtower, prayer tower. Hallelujah. ഞാൻ എൻ്റെ പ്രാർത്ഥന കൊത്തളത്തിൽ അല്ല അങ്ങനെ എഴുതിക്കുന്നത്. അതെ, ബസ് അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത് വാച്ച് ടവർ, ഹിന്ദി പറയുന്ന പെഹരെ കി മിനാർ. മിനാർ എന്ന് പറഞ്ഞാൽ വലിയ ഗോപുരം എന്നതിന്റെ അർത്ഥം. ടവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഗോപുരമാണ്. ഞാൻ 25 വർഷം ജോലി ചെയ്തതിൽ 15 വർഷം എൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഈ സൈഡ് ഇതാണെങ്കിൽ ഞങ്ങളുടെ ബിൽഡിംഗ് ഇതാണ്. അന്നേരം അതിനോടാണ് ഇങ്ങനെ ഞാൻ നടന്നു പോകുന്നത്, മെട്രോ ട്രെയിൻ ഇറങ്ങിയിട്ട്. അന്നേരം എനിക്ക് എന്നും കാണാം ആ പാർലമെന്റ് അവിടെ വാച്ച് ടവർ ഉണ്ട്. അതിൽ സെക്യൂരിറ്റികൾ തോക്കും പിടിച്ചോണ്ട് ഇന്ന് നിൽക്കുകയാണ്. മഴയാണെങ്കിലും കുഴപ്പമില്ല, വെയിലാണെങ്കിലും കുഴപ്പമില്ല, തണുപ്പാണെങ്കിലും കുഴപ്പമില്ല. 24/7 ആ വാച്ച് ടവറിൽ സെക്യൂരിറ്റി ഗാർഡുണ്ട്. ആമേൻ. എന്തിന്? ഇന്ത്യൻ പാർലമെന്റിനെ കാക്കുവാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വൺസ് ഇൻ എ വൈൽ അല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയുടെ കൊട്ടളത്തിൽ കയറി നിൽക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളെല്ലാം നാം പ്രാർത്ഥനയിൽ മുഴങ്ങിയാണെങ്കിൽ ദൈവം നമുക്കൊരു ദർശനം തരും. ആ ദർശനം തരുന്നത് മാത്രമല്ല, അത് പൂർത്തീകരണത്തിലേക്ക് അവൻ നയിക്കുകയും കൂടെ ചെയ്യും കേട്ടോ. ആമേൻ. 1-ാം അധ്യായത്തിലെ ദർശനം അല്ല, 1-ാം അധ്യായത്തിലെ ഭാരം 2-ാം അധ്യായത്തിലെ ദർശനമായി മാറി. അവിടെയാണ് എഴുതിയിരിക്കുന്നത് തന്റെ നീതിമാനന്റെ വിശ്വാസത്താൽ. അതാണ് പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ആരാണ്? വിശ്വാസികളല്ലേ? ഹല്ലേലൂയ. എന്ത് പേർക്കാലം അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടെ നമ്മൾ പുതുക്കണം കേട്ടോ. ഈ ഗുഡ് ഫ്രൈഡേയുടെ ദിവസത്തിൽ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസത്തെ ഹല്ലേലൂയ നമ്മൾ പുതുക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം ആ ഭാരങ്ങളും പ്രയാസങ്ങളും എന്നേക്കുമായി എടുത്തു മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നോക്കുവാൻ ഞങ്ങൾക്ക് ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ അപ്പച്ചന്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയ. തോൽവി എന്ന് പറഞ്ഞ പൈതൽ ഈ വർഷം അവൻ ഹല്ലേലൂയ ഗ്രാജുവേഷൻ ചെയ്തു. ഹല്ലേലൂയ. GPA 7.0 കൂടെ തന്നെ. ഹല്ലേലൂയ. മനുഷ്യരല്ലേ തോൽവി എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് അല്ലേ തോൽവി എന്ന് പറയുന്നത്. പക്ഷെ അവന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് മനുഷ്യനല്ല കേട്ടോ, സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ തലമുറകളെ തീരുമാനിക്കുന്നത് നമ്മുടെ സ്കൂളും യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ അവരുടെ ഡിഗ്രിയും അല്ല, സ്വർഗത്തിലെ ദൈവമാണെന്നുള്ള കാര്യം ഇന്ന് വേൽക്കാലം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഡിഗ്രി വെറും ഒരു പേപ്പർ കഷ്ണം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഡിഗ്രി ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ പ്രാബല്യമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഞാനും നീ കൊത്തളത്തിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ആ ഡിഗ്രി അവരുടെ ജീവിതത്തിൽ പ്രാബല്യമായി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ദൈവവചനം പഠിക്കുവാൻ വേണ്ടി പോകണമെന്ന്. എന്റെ ആഗ്രഹം അത് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ആഗ്രഹം. ഹല്ലേലൂയ. ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നു. ഞാൻ വലിയ പ്രാർത്ഥന കഴിയൊന്നുമില്ല കേട്ടോ, സത്യം ഞാൻ പറയാം. പക്ഷെ ഞങ്ങൾ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. കർത്താവേ, ഒരു വാക്യമുണ്ടല്ലോ, യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം, അന്ത്യനാളിൽ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഹല്ലേലൂയ പ്രവചിക്കും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഹിന്ദിയിലെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ, എന്റെ മലയാളം അത്ര ഇതൊന്നുമല്ല. അതാണ് ഞാൻ പ്രാർത്ഥിക്കും, പ്രഭു മേരെ ബേटे लोग तेरे नाम की भविष्यवाणी करता है. കർത്താവേ, ഞങ്ങളുടെ പുത്രന്മാർ രണ്ടും ഹല്ലേലൂയ ആ പ്രവാചകന്മാരായി തീരണേ, ആ ശുശ്രൂഷകന്മാരായി തീരണേ. ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരായി തീരണേ. ഹല്ലേലൂയ. മാതാപിതാക്കളെ, ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും
സുവിശേഷകർക്ക് ഇറങ്ങുവാൻ താല്പര്യമില്ല. കാരണം പലതും കേട്ടോ, പല കാര്യങ്ങൾ അതൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളായി തലമുറകൾ യേശുവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി പാടണം. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും പലതും ഷോ ഓഫായി മാറിയിരിക്കുന്നേ. ഹല്ലേലൂയ. നാളുകളിൽ നമ്മുടെ തലമുറകൾ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ഈ സഭയിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്രയോ പേരാണ് സുവിശേഷത്തിന് വേണ്ടി കടന്നു പോയിരിക്കുന്നത്. ആമേൻ. ഞാൻ ഒത്തിരി സന്തോഷിച്ചു ഇവിടുത്തെ ദൈവദാസന്മാർ ഇവിടുത്തെ തലമുറകളെ വഹിച്ചുകൊണ്ട് ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. ആമേൻ. ഞങ്ങളുടെ ചർച്ചിലുമുണ്ട് പിള്ളേര്. അവർ ആനന്ദം കണ്ടെത്തുന്നത് എവിടാണെന്ന് അറിയാമോ? സഭയ്ക്കുള്ളിലാണ്. സഭയ്ക്കുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ സഭയ്ക്ക് പുറത്തു പോകും കേട്ടോ. ആമേൻ. ഞാൻ ഇന്നിവിടെ ചുമ്മാ പുകഴ്ചയൊന്നും പറയുകയല്ല. രാജൻ ഭായിക്കും ജിജിക്കും 2 തലമുറകളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി യൗവനക്കാരില്ലേലും ഉള്ള കുഞ്ഞു കുട്ടികളെല്ലാം ആത്മാർത്ഥമായി സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ആമേൻ. ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ നോക്കുന്നത് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. ആമേൻ. ഓഡിയോ വീഡിയോയും സൂമും നോക്കുന്നത് രാജൻഭായിയുടെ മോന് ജോഹാനാണ്. ആമേൻ. വിശ്വസ്തനാണ് കേട്ടോ, വിശ്വസ്തനാണ്. 9ാം ക്ലാസ്സിലാണെങ്കിലും വിശ്വസ്തനാണ്. ഞാൻ അതൊന്ന് എടുത്ത് പറയണമല്ലോ. എൻ്റെ ലാപ്ടോപ്പും എൻ്റെ മൊബൈലും ഒന്നും ആർക്കും ഞാൻ കൊടുക്കാറില്ല. ആരെങ്കിലും കൊടുക്കും? നമ്മുടെ മൊബൈൽ ആർക്കെങ്കിലും കൊടുക്കുമോ? പാസ്വേഡ് ആർക്കെങ്കിലും കൊടുക്കുമോ? പക്ഷെ എൻ്റെ മൊബൈലിൽ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ് അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയോട് ജോഹാൻ. ആമേൻ. നമ്മുടെ തലമുറകൾ വിശ്വസ്തരായിരിക്കും. അവർ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം അവരെ മാനിക്കും. ഹല്ലേലൂയ. ഞാൻ പുകഴ്ച പറയുന്നതല്ല. സൺഡേയിൽ അവനെ 7:30 വരും. അവൻ മാത്രമല്ല, എല്ലാ ആ ഗ്രൂപ്പ് പിള്ളേർ വരും, എല്ലാം സെറ്റ് ചെയ്യും. ഹല്ലേലൂയ. എന്നിട്ടാണ് സൺഡേ സ്കൂളിൽ ഇരിക്കുന്നത്. നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ സഭയിൽ തന്നെ അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ദൈവരാജ്യത്തെ വലിയവരായി തീരും കേട്ടോ. ആമേൻ. അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകളുണ്ടല്ലോ, അവർ ഈ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിൽ തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഈ സഭയിൽ ഒരുക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് കൈത്താങ്ങൾ കൊടുക്കുന്ന ദൈവമക്കളെ ദൈവം നിങ്ങളെ ഒരിക്കലും കൈ വിടുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ റഫീദിൻ താഴ്വരയിൽ അമാലേക്കും ഇസ്രായേലുമായിട്ട് യുദ്ധം നടന്നല്ലോ. മോശയുടെ സമയത്ത് മോശ നേരം ആ മലയുടെ മുകളിൽ കൈപൊക്കി ഇരുന്നല്ലോ. കൈപൊക്കി ഇരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് എന്ത് ലഭിച്ചു? ഹല്ലേലൂയ. വിജയം ലഭിച്ചു. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില വിജയങ്ങൾ നമുക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ മോശയുടെ കൈ തളർന്നപ്പോൾ, താഴേക്ക് വന്നപ്പോൾ അമാലേക്ക് ജയിക്കുവാൻ തുടങ്ങി. ആത്മീകമായി നമ്മുടെ കരങ്ങൾ താഴെ വരരുത് കേട്ടോ. ചില ശത്രു വിജയമെടുക്കും. ഹല്ലേലൂയ. അങ്ങനെ കരങ്ങൾ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് സപ്പോർട്ട് ചെയ്യുവാൻ സഭയിൽ ആൾക്കാരുണ്ടായിരിക്കണം കേട്ടോ. ഇന്ന് മേൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവദാസനെ കരങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളുടെയും തലമുറകൾ നശിച്ചു പോകത്തില്ല. നമുക്കറിയാം ഹൂറും അഹരോനും വന്ന് 2 കരങ്ങളും താങ്ങിയില്ലേ? ആമേൻ. ഹല്ലേലൂയ. ഹൂറിന്റെ കൊച്ചുമോനാണ് ബസിലെ കൂടാരപ്പണിക്ക് സ്വർണത്തിന്റെയും താമ്രത്തിന്റെയും എല്ലാം ഡിസൈൻ ചെയ്യുവാനുള്ള കൃപ കൊടുത്തു. ആമേൻ. നമ്മൾ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ കൈത്താങ്ങലാക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറ മാത്രമല്ല തലമുറകളുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. കൊടുക്കണം കേട്ടോ, കൈത്താങ്ങൽ കൊടുക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ അവർ വീഴുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ നമ്മൾ പൊക്കണം. ഹല്ലേലൂയ. ഇന്ന് മേൽക്കാലം ഈ സഭ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞു വേദങ്ങൾ അല്ലെ ഓരോ കാര്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇതുങ്ങളെ ഓടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കും. ചിലപ്പോൾ രാത്രി 10 ആയാലും വീട്ടിൽ പോകണ്ട ആർക്കും. നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ അല്ലെ പ്രത്യേകിച്ച് എക്സാം സമയത്തൊന്നും ഞങ്ങൾ ആലയത്തോട് അവർക്ക് അത്രമാത്രം സന്തോഷം. നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് പല സഭകളിലും സഭയിലെ പൈതങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കുന്ന തലമുറകൾ, യുവതലമുറകൾക്ക് സഭയിൽ വരുന്നത് ഇഷ്ടമല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി അതുപോലുള്ള
എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ചില ദർശനങ്ങൾ പൂർത്തീകരിലേക്ക് നയിക്കത്തുള്ളൂ കേട്ടോ. ചുമ്മാതൊന്നും ദർശനത്തിലേക്ക് നയിക്കില്ല. പ്രാർത്ഥന കൊത്തളത്തിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹബക്കൂക്ക് 1-ാം അധ്യായം അവന്റെ ഭാരം, 2-ാം അധ്യായം അവന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനം കൊടുക്കുക മാത്രമല്ല, ആ ദർശനം അവൻ എഴുതി വെച്ചു. ഹല്ലേലൂയ. അപ്പോയിന്റഡ് ടൈം. ഹല്ലേലൂയ. നമുക്കറിയാം ബാബിലോൺ സാമ്രാജ്യം, ഹല്ലേലൂയ, ബാബിലോൺ സാമ്രാജ്യം യഹൂദ സാമ്രാജ്യത്തെ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ എല്ലാ പദ്ധതികളും വിട്ടു, എല്ലാം ചെയ്തു, അടിമയാക്കി കൊണ്ടുപോയി. ഇസ്രായേൽ മക്കൾ അടിമയാണ്. ഹല്ലേലൂയ. പക്ഷെ എന്ന് നമ്മളെ അടിമയിൽ ഇടുന്ന ദൈവമല്ല കേട്ടോ നമ്മുടെ ദൈവം. അവിടുന്ന് നമ്മളെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം കൂടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിൽ അവന്റെ 1-ാം അധ്യായത്തിന്റെ ഭാരവും 2-ാം അധ്യായത്തിലെ ദർശനവും 3-ാം അധ്യായത്തിൽ എന്തായി മാറി? സ്തുതിയായി മാറി. ഹല്ലേലൂയ. പാട്ടായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവൻ പാടുന്നത് എന്ത്? അത് നമുക്ക് ആ വാക്യം കൂടെ വായിച്ചിട്ട് ഹല്ലേലൂയ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 17, 18, 19. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, അത് രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവന്റെ കാൽ പേടമാൻ കാൽ പോലെ ആകുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാകുന്നു. ആമേൻ. 1-ാം അധ്യായത്തിൽ ദൈവത്തോട് ചോദ്യം ചോദിച്ച ആ ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു 1-ാം അധ്യായം മാത്രമല്ല, ഒരു 2-ാം അധ്യായമുണ്ട്, ഒരു 3-ാം അധ്യായമുണ്ട്. 2-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവം തന്ന വാഗ്ദത്തമാണ്. അത് നമ്മൾ ദൈവസ്ഥനെ ഏൽക്കുമ്പോൾ അതിനുവേണ്ടി ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സമയത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ ദൈവം നമുക്ക് ചില പാട്ടുകൾ തരും. ആ പാട്ടുകൾ പാടിക്കോ. അത്തിവൃക്ഷം തളർത്തായില്ലേലും, മുന്തിരിവള്ളിയിൽ ഫലം കായ്ച്ചില്ലേലും, ഗോശാലകളിൽ ആടുമാടില്ലെങ്കിലും ഇന്ന് വേൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില കുടുംബങ്ങൾ ഇന്നും അത് വരേണ്ടതുപോലെ ആയിരിക്കുന്നുവെങ്കിലും വിഷമിക്കേണ്ട. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ദൈവം അത് പൂർത്തീകരണത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മുടെ ബലം, ആ ദൈവമാണ് നമ്മുടെ സകലവും. ആ ദൈവത്തിൽ തന്നെ നമ്മൾ ആശ്രയിക്കുക. ഹല്ലേലൂയ. അവന്റെ വാഗ്ദത്തം ഒന്നും ഹല്ലേലൂയ മാറിപ്പോകുകയില്ല. അത് ഊന്ന് പറഞ്ഞാൽ ഊന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ 2 വാഗ്ദത്തം നിറവായി അവൻ ഈ താഴലോകത്ത് വന്നു. നമുക്ക് വേണ്ടി നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം അവൻ തന്നെ ചുമന്നേറ്റു. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 2-ാമത്തെ വാഗ്ദത്തം നിറവേറ്റി. അങ്ങനെയാണെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന വാഗ്ദത്തം പൂർത്തീകരണത്തിലേക്ക് നയിക്കത്തില്ലയോ? നയിക്കപ്പെടും. നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്ന വേൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഏത് ഭാരവുമായിക്കട്ടെ, ഏത് പ്രയാസങ്ങളുമായിക്കട്ടെ, ഹല്ലേലൂയ, ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, ആ ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ പറയുന്നത് അത് മാത്രമല്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സ്തുതിയായി പാട്ടായി പാടുമ്പോൾ അവനാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. അവനിൽ നമുക്ക് പ്രത്യാശിക്കാം. അവന്റെ വരവിന് വേണ്ടി നമ്മൾക്ക്, നമ്മുടെ തലമുറകൾക്കും, നമ്മുടെ സഭയ്ക്കും ഒരുങ്ങാം, കാത്തിരിക്കാം. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Hallelujah. അവന്റെ സമയത്ത് തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. എത്രത്തോളം സമയം തന്ന ഈ സഭയിലെ ദേവദാസനോടും കുടുംബത്തോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദേവദാസന്മാരോടും ഞാൻ നന്ദിയുള്ളവരാണ്. നിങ്ങൾ ഹരിയാനയെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക, അവിടുത്തെ വേലയോർത്ത് പ്രാർത്ഥിക്കുക. ഒക്ടോബർ 10, 11, 12-ാം തീയതി ഞങ്ങളുടെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മോളിക്കുട്ടി അമ്മാമ്മയുണ്ട്, ജൂലിയുണ്ട്, അച്ചാനുണ്ട്, ഞാൻ നിങ്ങളെല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നു. താമസിക്കാനും ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അവിടുത്തെ സുശേഷ വേലയിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഹാലിൽ നമുക്കും വിറ്റ്നസ് ആകാം.
ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.